പണ്ടാരടുപ്പിലേക്ക് തീ പകരാറായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്മിത. പണ്ടാരടുപ്പിൽ അഗ്നി പകരാൻ ഇനി അല്പസമയം കൂടി ബാക്കിയുള്ളൂ. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആകാംക്ഷാഭരിതരായി പ്രാർത്ഥനാ നിർഭരരായി ഇവിടെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ടാരടുപ്പിൽ ഇതൊരു വലിയ ചടങ്ങാണ്. ആ ചടങ്ങിന് നേതൃത്വം വഹിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഇപ്പോൾ ജനപ്രതിനിധികൾ ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. MP-മാരായ കെ മുരളീധരനുണ്ട്, ഡോക്ടർ ശശി തരൂരുണ്ട്, MLA VK പ്രശാന്ത് ഉണ്ട്, മുൻ BJP നേതാവ് O രാജഗോപാൽ, BJP നേതാവ് കൃഷ്ണകുമാർ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ, അങ്ങനെ ഉന്നത പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ, ജനപ്രതിനിധികളുടെ, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. മാധ്യമപ്രവർത്തകരും നിരവധിയുണ്ട് ഇവിടെ. ഈ മേൽശാന്തി അവിടെ നിന്ന് പൊങ്കാല അടുപ്പിലേക്കുള്ള തീ പകർന്നു കൊടുക്കുന്നത് രണ്ടാം മേൽശാന്തി ഇവിടേക്ക് കൊണ്ടുവരും. അല്പസമയത്തിനകം തന്നെ അഗ്നി കൊണ്ടുവരും. ആ ദീപം കൊണ്ടുവന്ന് ഇവിടെ പൊങ്കാല അടുപ്പിൽ, പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ഈ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുക. നമ്മൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ശ്രീകോവിലിൽ നിന്ന് ദീപം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പിന് ശേഷം മാത്രമേ, അതായത് പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നൊരു അറിയിപ്പുണ്ടാകും, ചെണ്ടമേളം ഉണ്ടാകും, കതിന ഉണ്ടാവും. ആ ശബ്ദങ്ങൾ അതൊരറിയിപ്പാണ് ഭക്തജനങ്ങൾക്കുള്ളത്. അവർക്ക് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാനുള്ള സമയമായി എന്നൊരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു അറിയിപ്പാണ്. അതിനായുള്ളൊരു കാത്തിരിപ്പിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ 10 കിലോമീറ്റർ അപ്പുറത്ത് വരെ പൊങ്കാല അടുപ്പുകൾ കൂട്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ. അവരുടെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ദർശനം അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്തേക്കുള്ള ദർശനങ്ങൾ ക്യൂ ഒക്കെ ഒന്ന് നിന്നിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിൽ നിന്ന് ദീപം പകർന്ന് പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം മാത്രമേ ദർശനത്തിന് സൗകര്യമുണ്ടാവുകയുള്ളൂ. ഒരു വശത്ത് ബാലികമാർ താലപ്പൊലി എടുക്കാനുള്ള ബാലികമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ പല ആഘോഷങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട് പൊങ്കാലയുടെ ഭാഗമായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊങ്കാല നിവേദ്യം തന്നെയാണ്. അതിനുള്ള ശുദ്ധപുണ്യാഹം തളിക്കൽ കഴിഞ്ഞിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും തന്നെ. എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ആയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ചടങ്ങ് നടക്കും. ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വലിയ ജനത്തിരക്കാണുള്ളത്. സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഭക്തരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വീടുകളിലൊക്കെ തന്നെ പൊങ്കാല അടുപ്പിടാൻ, പൊങ്കാല നിവേദ്യം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു വിശ്വാസവുമുണ്ട്. എവിടെയായിരുന്നാലും അവിടെയെല്ലാം ക്ഷേത്ര സന്നിധാനമായി കരുതുക, ദേവിയുടെ സാന്നിധ്യം അറിയുക, അവിടെ പൊങ്കാല നിവേദിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ വിശ്വാസികൾ കഴിയുന്നത്ര ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതിനേക്കാളും വലിയ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഇത്തവണ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചാറിയിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെ മഴയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. കടുത്ത ചൂടുണ്ട്. പക്ഷേ ചൂടിനെ അതിജീവിച്ച് തന്നെയാണ് ദർശനത്തിന് എത്തിയ ഭക്തരെല്ലാവരും തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി പൊങ്കാല നിവേദ്യത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതാ ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ ചടങ്ങുകൾ നടക്കുകയാണ്. ശ്രീകോവിലിൽ നിന്ന് ദീപം കൊണ്ടുപോയി ആദ്യം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്കാണ് ഈ ദീപം പകരുക, അഗ്നി പകരുക. അതിനുശേഷം വലിയ തിടപ്പള്ളിയിൽ കൂടി വലിയ തിടപ്പള്ളിയിലെ ഈ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നതിന് ശേഷം മാത്രമാകും പണ്ടാരടുപ്പിലേക്കുള്ള അഗ്നിയുമായി വരിക. അത് മേൽശാന്തി രണ്ടാം മേൽശാന്തിക്ക് കൊടുത്തിട്ട് രണ്ടാം മേൽശാന്തിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കർമ്മങ്ങളൊക്കെയും നടക്കുക. പാട്ടുപുരയുടെ മുന്നിലാണ് പണ്ടാരടുപ്പുള്ളത്. പാട്ടുപുര ഈ ദിവസങ്ങൾ അത്രയും, ഈ ക്ഷേത്രോത്സവം കാർത്തിക നാളിൽ കൊടികയറി ഈ ദിവസങ്ങൾ അത്രയും പാട്ടുപുരയിൽ തോറ്റംപാട്ടുണ്ടായിരുന്നു. ഓരോ ദിവസങ്ങളിലായി ദേവിയുടെ ജനനം മുതൽ ശൈശവവും ബാല്യവും കൗമാരവും വിവാഹവും അതിനുശേഷം
കണ്ണകിയുടെ ഭർത്താവിനെ ചിലങ്ക മോഷ്ടിച്ചു എന്ന് അപരാധിയായി കണ്ട്, നിരപരാധിയായ കോവിലനെ അപരാധിയായി കണ്ട് വധിച്ചതിന് ശേഷമുള്ള ദേവിയുടെ പ്രതികാരം, അതിനുശേഷം പാണ്ഡ്യരാജാവിനെ വധിക്കുന്നു. ആ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗമാണ് ഇന്ന് പാടുന്നത്. ആ പാട്ട് തീർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഇന്നിനി തോറ്റംപാട്ട് ഇപ്പോഴുണ്ടാകില്ല, നാളെ കൂടി തോറ്റംപാട്ടുണ്ടാകും, കുത്തിയോട്ടമുണ്ട്. ആ രീതിയിൽ പല ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രത്തിലെ ഈ പൊങ്കാലയോടനുബന്ധിച്ചുള്ള 10 ദിവസങ്ങളിൽ നടക്കും. കാർത്തിക നാൾ മുതൽ ഉത്രം നാൾ വരെയാണ് ഉത്സവം. പൂരം നാളാണ് ഇന്ന്. പൂരം നാളിലെ പൗർണമിയിലാണ് ഈ പൊങ്കാല, ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുള്ളത്. വിദേശത്തുള്ള മലയാളികൾ മാത്രമല്ല, വിദേശത്ത് പോലുമുള്ള ഭക്തർ, പ്രത്യേകിച്ച് സ്ത്രീ ഭക്തജനങ്ങൾ, വനിതകളായ ഭക്തജനങ്ങളൊക്കെ തന്നെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാ വർഷവും ഇവിടെ ദേവീ സന്നിധിയിലെത്തി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത് പൊങ്കാല നിവേദ്യം സമർപ്പിച്ച് തിരികെ പോകുന്നത് കാണാം. ഇത്തവണയും അതിന് യാതൊരു കുറവുമില്ല. ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. 5 ലക്ഷത്തിലേറെ കടക്കും ഇവിടെ വന്ന് ദർശനം നടത്തിപ്പോയി പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു പോയവർ ഭക്തരുടെ എണ്ണം എന്നാണ് ഇത്തവണത്തെ ഒരു കണക്കുകൂട്ടൽ. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം, ഈ ചൂടുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്, ദേവീ ദർശനം. അതോടൊപ്പം തന്നെ ദേവിയുടെ കൃപാകടാക്ഷത്തിനായി പല വഴിപാടുകളുണ്ട്. അതിലേറ്റവും പ്രധാനം പൊങ്കാല നിവേദ്യം തന്നെയാണ്. പൊങ്കാലയ്ക്ക് ചോറ് നിവേദിക്കുന്നുണ്ട്, പിന്നരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല വിഭവങ്ങളുണ്ട്. അത് മണ്ടപ്പുറ്റ്, തെരളി, ഇതുപോലെ പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട് നേദ്യത്തിനായി. അതെല്ലാം ഉണ്ടാക്കി ഈ നഗരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ഭക്തന്മാരെയൊക്കെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അവർ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു. വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് അവർ ഈ കർമ്മങ്ങളൊക്കെയും ഈ ആചാരങ്ങളൊക്കെയും നടപ്പിലാക്കുന്നത്. കൃത്യമായി 7 ദിവസമോ 5 ദിവസമോ 3 ദിവസമോ വ്രതം അനുഷ്ഠിച്ച് എത്തിയവരാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധ്യേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇങ്ങനെ നാമജപങ്ങളോടെ ക്ഷേത്രം മുഖരിതമാണ്. ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ കാത്തിരിപ്പിനെ അവസാനമാകുന്നു.